പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള 2025 വർഷത്തെ ആദ്യത്തെ ആനുകൂല്യങ്ങളും കുടിശ്ശിക തുക വിതരണവും പ്രഖ്യാപിച്ചു. ഡിസംബർ മാസത്തെ നിലവിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ജനുവരിയിലെ ആദ്യത്തെ തുക വിതരണം ആരംഭിക്കുന്നത്. ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി 850 കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനകളും ആരംഭിക്കാനിരിക്കുന്നത്. 2025-26 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം 7 അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. 2025 ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം തന്നെ കുടിശ്ശികയും വിതരണം ചെയ്യും. പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാതെ വിതരണം നടത്തിയാൽ വീണ്ടും അനർഹർ പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള വാദം നിലനിൽക്കെ പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരേപോലെ വന്നതിനെ തുടർന്ന് തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു. 31 ഉദ്യോഗസ്ഥരാണ് അനർഹമായി തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നതിനായി അനർഹരെ കണ്ടെത്തുന്നതിനായി ധനവകുപ്പ് സമഗ്ര പരിശോധന നടത്തുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. വാർഡ് തല പരിശോധനകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സഹായവും 2000 രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് 2025 6000 രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.